ഹലോ വെൽക്കം ലെസ്റ്റർ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അൽ റിഹാബ് ലവ്ലി എന്ന പെർഫ്യൂം ഓയിലാണ്. അൽ റിഹാബിൽ വരുന്ന അത്യാവശ്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ലവ്ലി. ഇതിന്റെ പെർഫ്യൂമും ഉണ്ട്, പെർഫ്യൂം ഓയിലും ഉണ്ട്. സോ പെർഫ്യൂം ഓയിൽ ഞാൻ പരിചയപ്പെടുത്താം. 6 ml ആണ് വരുന്നത്. അൽ റിഹാബ് എല്ലാം 6 ml തന്നെയാണ് കണ്ടിട്ടുള്ളത്. പണ്ടെങ്ങോ 3 ml ഇറങ്ങിയതുണ്ടായിരുന്നു. അതല്ലാതെ അതിന്റെ വലുതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും കാലത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്നും അറിയില്ല. നമ്മളിവിടെ കാണുന്ന എല്ലാം ഒരു 6 ml തന്നെയാണ്. അപ്പോൾ അൽ റിഹാബ് ലവ്ലി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു അൽ റിഹാബിന്റെ ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇനി ഇതിന്റെ കളർ കണ്ടിട്ട് ഇതൊരു പക്ക ഫെമിനിൻ നാച്ചുറൽ ഒരു പ്രൊഡക്റ്റ് ആണോ എന്ന് കരുതണ്ട. ഇതൊരു യൂണിസെക്സ് നാച്ചുറൽ തരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. നല്ല ലോഞ്ചിവിറ്റി ഉള്ളതാണ് അൽ റിഹാബ്. പിന്നെ പൊതുവെ ചെറിയ പ്രൈസിന് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ വൈബ്. ഇതിലൊരു ഫ്രഷ്നെസ് ആണ് ഓപ്പണിങ്ങിൽ. നല്ല ഒരു ഫ്രഷ് സിട്രസി ഫ്രാഗ്രൻസ് ആണ് ഇതിന്റെ ഓപ്പണിംഗ് തന്നെ ഉള്ളത്. അതിന്റെ കൂടെ നമുക്കൊരു ഫ്ലോറൽ, ഒരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സും പിന്നെ ഒരു യെല്ലോ ഫ്ലോറലും ഇങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു മസ്കി ആയിട്ടുള്ള ടച്ചും ഉണ്ട്. കുറച്ചൊരു പൗഡറി ഒക്കെ പോലെയും തോന്നുന്നുണ്ട്. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില ടാൽക്കം പൗഡറിനോ അതല്ലെങ്കിൽ ചില ബേബി പൗഡറിനോ അല്ലെങ്കിൽ ബേബി ക്രീമുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു വൈബ്, അതാണ് ആക്ച്വലി അൽ റിഹാബ് ലവ്ലി നിന്ന് കിട്ടുന്നത്. ഓക്കെ, നല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഫ്ലോറൽ മസ്കി, അതുപോലെ തന്നെ ആ ഒരു പൗഡറി നാച്ചുറൽ തരുന്ന ഒരു പ്രൊഡക്റ്റ്. അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു യെല്ലോ ഫ്ലോറലും ചെറിയൊരു പിങ്ക് ഫ്ലോറലൊക്കെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് കൂടുതലും ആ ഒരു മസ്കി വൈറ്റ് ഫ്ലോറൽ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. സോ അതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമുക്കൊരു 2.5 hours വരെയൊക്കെ ഇതിന്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഓയിൽസ് ആയതുകൊണ്ട് ഭയങ്കര പ്രൊജക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇതൊരു 2.5 hours ലെവലിലൊക്കെ പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്കിതൊരു 10+ hours നമ്മുടെ ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ ഈ സാധനം നിൽക്കുന്നുണ്ട്. ഇതൊരു ഓഫീസ് യൂസിനൊക്കെ പറ്റിയ ഒരു യൂണിസെക്സ് പെർഫ്യൂമാണ്. ബട്ട് ഒരു 60-40 എന്ന് പറയും. കൂടുതലും ഒരു ഫെമിനിൻ ടച്ചിലേക്ക് പോകുന്ന, എന്നാൽ ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ ഉള്ളത്. ഇനി ഇത് ഏതിൻ്റെങ്കിലും ഇൻസ്പയർഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അൽ റിഹാബ് എല്ലാം ഇൻസ്പയർഡ് തന്നെയാണ് വരാറുള്ളത്. ഇത് എസ്കാഡ മൂൺ സ്പാർക്കിൾ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. ആ മൂൺ സ്പാർക്കിൾ തന്നെയാണ് ഒരുപാട് ബേബി പൗഡറുകൾക്ക് മറ്റുള്ളതൊക്കെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ളതും. സോ ആ ഒരു വൈബ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരു എലഗന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു പെർഫ്യൂം ഓയിലിന് തരാൻ പറ്റുന്നത്. ഇതിന്റെ പെർഫ്യൂമും ഉണ്ട്. പെർഫ്യൂമും പക്ഷേ അൽ റിഹാബ് പൊതുവെ ഭയങ്കര ലോഞ്ചിവിറ്റി ഒന്നും ഉണ്ടാവാറില്ല. ചിലതൊക്കെ നല്ലതാണ്. പക്ഷെ ആ പെർഫ്യൂം ഓയിലിനേക്കാൾ പെർഫ്യൂമിനേക്കാൾ വേർത്ത് എപ്പോഴും അൽ റിഹാബിന്റെ പെർഫ്യൂം ഓയിൽസ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഏതാണ് യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഏതാണ് ഈസിലി കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് അങ്ങനെയും വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഈ ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ഓയിൽസ് യൂസ് ചെയ്യുക? ഡയറക്റ്റ് ഷർട്ടിലൊക്കെ അപ്ലൈ ചെയ്താൽ കളർ ആവൂലേ? ഞാൻ എപ്പോഴും വീഡിയോസിൽ കാണിക്കുന്നതാണ്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യുക, ഞാൻ തട്ടിക്കും. ഇങ്ങനെ ഈ തട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കുറേ സമയം ഇതിന്റെ ഫ്രാഗ്രൻസ് നമ്മുടെ ഡ്രസ്സിൽ നിൽക്കും. അപ്പൊ പിന്നെ കളർ പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത പോലത്തെ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ കോളറിന്റെ താഴെ അപ്ലൈ ചെയ്യാം, ഈ ബട്ടന്റെ ഇടയിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഡയറക്റ്റ് റോൾ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കളർ പിടിക്കില്ല. കളർ പിടിച്ചാലും കാണാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഈ ഉള്ളിലുള്ള നമ്മുടെ ഇന്നർ ബനിയന്മേലൊക്കെ റോൾ ചെയ്തിടാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സോ അങ്ങനെയൊക്കെയാണ് ഓയിൽസ് യൂസ് ചെയ്യാൻ കൺവീനിയന്റ് ബെറ്റ്. എപ്പോഴും നല്ലത് ഈ ഒരു ഇവിടെ തട്ടിക്കുക, ഇവിടെ അങ്ങനെ ഇവിടെ തട്ടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോവുക. ഇതാണ് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നല്ലൊരു വേ അതാണ്. അപ്പൊ എന്തായാലും അതൊക്കെയാണ് അൽ റിഹാബ് ലവ്ലിയുടെ ഡീറ്റെയിൽസ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. നല്ല വൈബാണ്, നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള വൈബ് തരുന്ന ഒരു പെർഫ്യൂം ഓയിൽ. ട്രൈ ചെയ്ത് നോക്കുക. So anyways, that's all about this video. Thanks for watching.